ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 17 ഓഫ് ദ ചലഞ്ച്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. എങ്ങോട്ടാ? ദുബായിക്ക്. പക്ഷേ ഈ പാൻഡമിക് കാരണം എനിക്ക് എൻ്റെ യാത്ര മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഇന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണമെന്ന്. അപ്പോൾ ഉണ്ടാകുന്ന കോൺവെർസേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ആദ്യം എല്ലാവരും ഈ കോൺവെർസേഷൻസ് സ്വയം ഉണ്ടാക്കുക, അതിനുശേഷം ഞാൻ ഉണ്ടാക്കുന്ന കോൺവെർസേഷൻ കാണാം. അപ്പോൾ തുടങ്ങാം അല്ലേ? ഞാൻ ഈ എയർലൈൻസിന് ഒരു പേരിട്ടിട്ടുണ്ട്, ABC എയർലൈൻസ് ട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ അവരെന്താ പറയുക? ഹലോ, വെൽക്കം ടു ABC എയർലൈൻസ്, ഹൗ മേ ഐ ഹെൽപ്പ് യു? അപ്പോൾ നമ്മൾ പറയാണ് ഹലോ, ഐ ആം കോളിംഗ് ടു ക്യാൻസൽ എ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഹലോ, ഐ ആം കോളിംഗ് ടു ക്യാൻസൽ എ ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പോൾ ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പറയാണ് can you please tell me the booking reference number of the flight that you want to cancel? നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട ഫ്ലൈറ്റിൻ്റെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ അവർ ചോദിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഓരോരോ വാക്കുകളാണ്. ശരിക്കും ഫ്ലൈറ്റിൽ എന്താ ചോദിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എക്സാക്ട്ലി അവർ ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് കേട്ടോ, അത് മനസ്സിലുണ്ടാവണം. ഇതിലത്തെ ഗ്രാമറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ഓഫ് ദ ഫ്ലൈറ്റ് യു വോണ്ട് ടു ക്യാൻസൽ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇസ് ഇറ്റ് ABC 123? ഒരു നമ്പർ കണ്ടു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും. ഇസ് ഇറ്റ് ABC 123 അങ്ങനെ ചോദിക്കുക. ഇതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഇറ്റ് ആ കാര്യം പറയാം. ഇസ് ഇറ്റ് ABC 123? അപ്പോൾ അവർ പറയാണ് നോ സർ, ദിസ് ഇസ് ദ ഫ്ലൈറ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഫ്ലൈറ്റ് നമ്പറാണ്. ഐ നീഡ് ദ ബുക്കിംഗ് റെഫറൻസ് നമ്പർ. എനിക്ക് വേണ്ടത് ഇതിന് എന്തോ റെഫറൻസ് നമ്പറാണ്. ഐ നീഡ് ദ ബുക്കിംഗ് റെഫറൻസ് നമ്പർ. അത് ടിക്കറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ ഫൈൻഡ് ദിസ് ഓൺ ദി ടിക്കറ്റ്. എന്നിട്ട് പറയാണ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് XYZ. ഈ ബുക്കിംഗ് റെഫറൻസ് നമ്പർ എങ്ങനെയാണ് തുടങ്ങണേന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഒരു ക്ലൂ ആയിട്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് XYZ. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കിട്ടി. യെസ് കിട്ടി. ഐ ഫൗണ്ട് ഇറ്റ്. ഇറ്റ് ഈസ് XYZ 456. അപ്പോൾ ഞാനൊരു നമ്പർ അങ്ങ് പറയാണ്, അവിടെ കണ്ട നമ്പർ പറയാം. ഇറ്റ് ഈസ് ഇങ്ങനെയാണെന്ന്. ഇറ്റ് ഈസ് XYZ 456. അപ്പോൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പറയാണ് തൽക്കാലം ഞാൻ നിങ്ങളൊന്ന് ഹോൾഡിലിടട്ടെ, എനിക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. ഈ എടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ അതിനൊക്കെ ഇംഗ്ലീഷിൽ ഗെറ്റ് എന്ന് പറയുന്നേക്കാളും ഫെച്ച് എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ എങ്ങനെയാണ് പറയുക അവർ? ലെറ്റ് മീ പുട്ട് യു ഓൺ ഹോൾഡ് വൈൽ ഐ ഫെച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫ്ലൈറ്റ്. ലെറ്റ് മീ എന്ന് വെച്ചാൽ ഞാനിത് ചെയ്തോട്ടെ. ലെറ്റ് മീ പുട്ട് യു ഓൺ ഹോൾഡ് വൈൽ ഐ ഫെച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫ്ലൈറ്റ്. ഫെച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫ്ലൈറ്റ്. അത് എടുക്കുക, ആ ഡീറ്റെയിൽസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് നിങ്ങൾ ക്ഷമിച്ചിരുന്നതിന് നന്ദി. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഈ പാസഞ്ചറിൻ്റെ പേര് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ? അതിങ്ങനെ പറയാം. ക്യാൻ യു കൺഫേം ദ നെയിം ഓഫ് ദ പാസഞ്ചർ? ക്യാൻ യു കൺഫേം ദ നെയിം ഓഫ് ദ പാസഞ്ചർ? അപ്പോൾ തൽക്കാലം എൻ്റെ പേര് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് പറയാണ് എൻ്റെ പേര് MK ബാബു. അപ്പോൾ ഞാൻ ആ പേര് പറയാം, MK ബാബു. അതാണ് ടിക്കറ്റിലെ പേര്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ചോദിക്കുകയാണ് ഈ ഫ്ലൈറ്റ് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ്, ഇന്ന ഡേറ്റിന്. അതൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു കൺഫേം ഇഫ് ദിസ് ഇസ് ദ ഫ്ലൈറ്റ് ഫ്രം കൊച്ചി ടു ദുബായ് ഓൺ 15th September 2021 സ്റ്റാർട്ടിംഗ് ഫ്രം കൊച്ചി അറ്റ് 5 PM? കൊച്ചിയിൽ നിന്ന് 5 മണിക്ക് തുടങ്ങണ സെപ്റ്റംബർ 21 കൊച്ചിയിൽ നിന്ന് ദുബായിക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണോ ഇത്? ക്യാൻ യു കൺഫേം ഇഫ് ദിസ് ഇസ് ദ ഫ്ലൈറ്റ് ഫ്രം കൊച്ചി ടു ദുബായ് on 15th September 2021 starting from Kochi at 5 PM? അപ്പോൾ നമ്മൾ സന്തോഷം അത് തന്നെയാണ്. യെസ് ദാറ്റ്സ് റൈറ്റ്, അത് ശരിയാണ്. യെസ് ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് പറയുമോ? ക്യാൻ യു കൺഫേം യുവർ ഇമെയിൽ ID പ്ലീസ്? നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID പറയാണ് mkbabu@gmail.com. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അപ്പോൾ അവരെങ്ങനെയാണ് മനസ്സിലായില്ല എന്ന് പറയണത്? I didn't quite get it. I didn't quite get it. Can you spell it out? എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് I didn't quite get it. I did not quite get it. ഇത് നമുക്ക് പഠിച്ചു വയ്ക്കാവുന്ന ഫ്രേസാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് കേൾക്കുമ്പോൾ മനസ്സിലാവാത്തതാണെങ്കിലും ഇനിയിപ്പോൾ അതിന് ആ സംഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് എന്തോ ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ തോന്നുകയാണെങ്കിലും I didn't quite get it എന്ന് പറയാം. എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്നർത്ഥം. എന്നിട്ട് ചോദിക്കുകയാണ് ക്യാൻ യു സ്പെൽ ഇറ്റ് ഔട്ട്? നിങ്ങൾക്കതൊന്ന് പറയാൻ പറ്റുമോ? എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പഠിക്കേണ്ടത്? സ്പെൽ ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ mkbabu@gmail.com എന്ന് പറയാം. പക്ഷേ അതിനേക്കാൾ എപ്പോഴും നമ്മൾ ടെലി കോൺവെർസേഷൻസിലൊക്കെ എപ്പോഴും നല്ലത് ഞാനിപ്പോൾ പറയാൻ പോണ പോലെ അത് സ്പെൽ ഔട്ട് ചെയ്യണം. എങ്ങനെയാണ് പറയണത്? M for Mumbai, K for Kochi, B for Bangalore,
A for Agra, B for Bangalore, U for Uttarpradesh @gmail.com. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന ആൽഫബറ്റ്സ് വളരെ ക്ലിയർ ആവും. അപ്പോൾ എക്സിക്യൂട്ടീവ് പറയാണ് താങ്ക് യു, നന്ദി എന്ന് പറയണം. എന്നിട്ട് അവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യണോ വേറൊരു ദിവസത്തേക്ക്. പൊതുവെ അവർ ചോദിക്കൂ അല്ലേ, ക്യാൻസൽ ചെയ്യുന്നതിന് പകരം നമുക്കിത് വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റും. വുഡ് യു ലൈക്ക് ടു റീഷെഡ്യൂൾ ദിസ് ഫ്ലൈറ്റ് ടു അനദർ ഡേറ്റ്? യു ക്യാൻ ഡു ദിസ് ഫോർ എ വൺ ടൈം ഫീ ഓഫ് 1000 rupees. നിങ്ങൾ ഒറ്റത്തവണ 1000 രൂപ അടച്ചാൽ നിങ്ങൾക്കത് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ദിസ് ഫോർ എ വൺ ടൈം ഫീ ഓഫ് 1000 rupees. ഒറ്റത്തവണ 1000 രൂപ അടച്ചാൽ യു ക്യാൻ ഡു ദിസ്. അപ്പം ഞാൻ പറയാണ് അത് വേണ്ട, നോ താങ്ക്സ്, ഐ വുഡ് ലൈക്ക് ടു ക്യാൻസൽ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ബുക്ക് അനദർ വൺ ലേറ്റർ. എനിക്കിപ്പം ക്യാൻസൽ ചെയ്യാനാണ് താല്പര്യം, ഞാൻ പിന്നീട് വേറൊരെണ്ണം ബുക്ക് ചെയ്തോളാം. ഐ വുഡ് ലൈക്ക് ടു ക്യാൻസൽ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ഐ ബുക്ക് അനദർ ഫ്ലൈറ്റ് ലേറ്റർ. പിന്നീട് ലേറ്റർ. അപ്പോൾ അവർ പറയാണ് ശരി, ഞാൻ ഈ ക്യാൻസലിംഗ് വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഓൾ റൈറ്റ്, ഐ വിൽ പ്രൊസീഡ് വിത്ത് ക്യാൻസലിംഗ് ദിസ് ഫ്ലൈറ്റ്. All right, I will proceed with cancelling this flight. For the cancellation, there's a charge of 1000 rupees, which will be deducted from the refund amount. നമ്മൾ റീഫണ്ട് കിട്ടണ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ റീഫണ്ട് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഈ 1000 രൂപ അവർ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറയണേ? For the cancellation, there is a charge of 1000 rupees, which will be deducted from the refund amount. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ടോട്ടൽ എത്ര എനിക്ക് തിരിച്ചു കിട്ടും? ഇല്ലേ, പലപ്പോഴും നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കുക, ഹൗ മച്ച് വിൽ ബി ദ ടോട്ടൽ റീഫണ്ട് എമൗണ്ട് ആഫ്റ്റർ ദിസ് ഡിഡക്ഷൻ. ഈ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദിസ് ഡിഡക്ഷൻ ഹൗ മച്ച് വിൽ ബി ദ ടോട്ടൽ റീഫണ്ട് എമൗണ്ട് ആഫ്റ്റർ ദിസ് ഡിഡക്ഷൻ. അപ്പോൾ ആൾ പറയാണ് ഇറ്റ് വിൽ ബി 4500 rupees. 4500 രൂപയായിരിക്കും. ഇറ്റ് വിൽ ബി 4500 rupees. അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ എന്തായിരിക്കും, എപ്പോഴാണ് എനിക്കിത് അക്കൗണ്ടിൽ കിട്ടുക അല്ലേ, അതിന് ചോദിക്കുക. Okay, when will I receive this amount in my account? When will I receive this amount in my account? എപ്പോഴാണ് ഈ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിട്ടുക? When will I receive this amount in my account? അപ്പോൾ അവർ പറയാണ് 30 ദിവസത്തിനകം കിട്ടും, 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും. അങ്ങനെ പറയാം, you will receive the amount in 30 working days. You will receive the amount in 30 working days. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വിൽ ഉപയോഗിച്ചത്. You will receive the amount. അപ്പോൾ നമ്മൾ നന്ദി എന്ന് പറയാം, താങ്ക് യു. അപ്പോൾ അവർ പറയണ അവർ സ്ഥിരമായിട്ട് പറയാറുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് അസ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിന് നന്ദി. വി വിഷ് യു എ വണ്ടർഫുൾ ഡേ ഹെഡ്, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. വി വിഷ് യു എ വണ്ടർഫുൾ ഡേ ഹെഡ്. ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും കാണുകയാണ്, എന്നിട്ട് നമ്മൾ ഒരു ഉച്ചയ്ക്കെങ്ങാനും നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണ്, ആ സമയത്ത് നമ്മൾ ആരോടെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത കൊല്ലീഗിനോട് പറയാണ് ഐ വിഷ് യു എ വണ്ടർഫുൾ ഡേ ഹെഡ്, നിങ്ങളുടെ ബാക്കിയുള്ള ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. I wish you a wonderful day ahead. അപ്പോൾ നമ്മൾ താങ്ക് യു എന്ന് പറയാം. Hello, welcome to ABC Airlines. How may I help you? Hello, I'm calling for cancelling a flight ticket. Okay, can you please tell me the booking reference number of the flight you want to cancel? Is it ABC 123? No sir, this is the flight number. I need the booking reference number. You can find this on the ticket. It starts with XYZ. Ah, yes, I found it. It is XYZ456. Let me put you on hold while I fetch the details of this flight. Thank you for your patience. Can you confirm the name of the passenger? M.K. Babu. Can you confirm if this is the flight from Kochi to Dubai on 15th September 2021 starting from Kochi at 5 p.m.? Yes, that's right. Can you confirm your email ID please? mkbabu@gmail.com. I didn't quite get it. Can you please spell it out? M for Mumbai, K for Kochi, B for Bangalore, A for Agra, B for Bangalore, and U for Uttar Pradesh @gmail.com. Thank you. Would you like to reschedule this flight to another date? You can do this for a one-time fee of 1000 rupees. No, thanks. I would like to cancel this flight and I'll book another flight later. All right, I will proceed with cancelling this flight. For the cancellation, there is a charge of 1000 rupees which will be deducted from the refund amount. How much will be the total refund amount after this deduction? It will be 4500 rupees. Okay, when will I receive this amount in my account? You will receive the amount in 30 working days. Okay, thank you. Thank you for contacting us. We wish you a wonderful day ahead. Thank you. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻസിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ചലഞ്ചുമായിട്ട് കാണുന്നവരേക്കും ബൈ.